കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു KSRTC ഡിപ്പോയാണ് ഉള്ളത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശത്ത് കൂടുതൽ യാത്രാ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി KSRTC കൈകാര്യം ചെയ്യുന്ന ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയും ഗവൺമെൻറ്റും മുൻകൈയെടുത്ത് പുതിയ സർവീസുകൾ ആരംഭിക്കുകയാണ്. കേരളത്തിൻ്റെ മധ്യഭാഗത്തും അതുവഴി തമിഴ്നാട് പ്രദേശത്തെയും ജനങ്ങളുടെ മനസ്സുകളെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റിയ നിലയിൽ 2 സർവീസുകൾ ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. മുണ്ടക്കയം വഴി കുമളി വഴി കമ്പം തേനി ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു പുതിയ സർവീസ് തികച്ചും മധ്യ കേരളമായ കോട്ടയം പാല പ്രദേശത്തേക്ക് എത്തിച്ചേരുന്ന മറ്റൊരു സർവീസ്. കേരളത്തിലെ പൊതുഗതാഗതം പല നിലയിലും പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിലാണ് തെക്കൻ കേരളത്തിൻ്റെ ഇങ്ങേയറ്റം സ്ഥിതി ചെയ്യുന്ന വെള്ളട പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ഡിപ്പോയിൽ നിന്ന് 2 ലോഞ്ച് സർവീസുകൾ ആരംഭിക്കുന്നു. KSRTCയുടെ അവിടുത്തെ ജീവനക്കാരുടെ വിശ്വാസമായ സഹായവും പിന്തുണയോടും കൂടി ആരംഭിക്കുന്ന ഈ സർവീസ് കേരളത്തിൻ്റെ തെക്കേ അറ്റവും മധ്യ കേരളവും അതിർത്തി പ്രദേശവുമായി ബന്ധിപ്പിക്കാനും യാത്ര ചെയ്യാനും കൂടുതൽ സൗകര്യമൊരുക്കുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റിനെയും വകുപ്പിനെയും പ്രത്യേകം ഉള്ള ഈ പ്രദേശത്തിലെ ബഹുജനങ്ങളുടെ നന്ദി നിയമസഭാ സാമാജിക എന്ന നിലയിൽ ഞാൻ അവർക്ക് നൽകുകയാണ്. ആ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടുതൽ സർവീസുകൾ ഇവിടെ നിന്ന് ആരംഭിക്കണമെന്നതാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. തെക്കേ അറ്റമായ കന്യാകുമാരിയിലേക്കുള്ള ഒരു സർവീസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥന കേരളത്തിലെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയോട് നൽകിയിട്ടുണ്ട്. അതും വളരെ പെട്ടെന്ന് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മലയോരമെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കേണ്ടതില്ല. കേരളത്തിൻ്റെ എല്ലാ പൊതുവികസനത്തിൻ്റെയും പന്താവിലേക്ക് ഈ മലയോര മേഖലയും എത്തിക്കുക എന്ന ഒരു വികസന സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് പൂവണിയുന്നത് എന്ന കാര്യത്തിൻ്റെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.